ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൽ തൊഴിലും ജോലിയും എന്ന ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പിൻ്റെ മേധാവി ആരാണ്? ലേബർ കമ്മീഷണർ. കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പിൻ്റെ മേധാവി ലേബർ കമ്മീഷണറാണ്. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പിൻ്റെ രൂപീകരണത്തിന് തുടക്കമിട്ട ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പിൻ്റെ രൂപീകരണത്തിന് തുടക്കമിട്ട ദിവാൻ സർ CP രാമസ്വാമി അയ്യറാണ്. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 1946 ജനുവരി 26. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം 1946 ജനുവരി 26 കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് എന്നാണ്? 1977 മെയ് 1. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് 1977 മെയ് 1. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്ഥാപിതമായത് ഏത് നിയമപ്രകാരമാണ്? 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമപ്രകാരം. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്ഥാപിതമായത് 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമപ്രകാരമാണ്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കായുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആവാസ്. കേരള സർക്കാരിൻ്റെ എംപ്ലോയ്മെൻറ്റ് വകുപ്പ് 2016 ഭിന്നശേഷിക്കാർക്കായി ആരംഭിച്ച സമഗ്ര പദ്ധതി ഏതാണ്? കൈവല്യ. കേരള സർക്കാരിൻ്റെ എംപ്ലോയ്മെൻറ്റ് വകുപ്പ് 2016 ഭിന്നശേഷിക്കാർക്കായി ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ് കൈവല്യ. ദേശീയ എംപ്ലോയ്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന വിപുലമായ റിക്രൂട്ട്മെൻറ്റ് മേളയാണ് നിയുക്തി. ദേശീയ എംപ്ലോയ്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന വിപുലമായ റിക്രൂട്ട്മെൻറ്റ് മേളയാണ് നിയുക്തി. കുടിയേറ്റ തൊഴിലാളികൾക്ക് ന്യായമായ നിരക്കിൽ താമസ സ്ഥലങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്ന ഘർ. കുടിയേറ്റ തൊഴിലാളികൾക്കായി ന്യായമായ നിരക്കിൽ താമസ സ്ഥലങ്ങൾ നൽകുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്ന ഘർ. സംസ്ഥാന നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി 2012 ആരംഭിച്ച പദ്ധതിയാണ് അഡീഷണൽ സ്കിൽസ് അക്വസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പ്. സംസ്ഥാന നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി 2012 അസാപ്പ് ആരംഭിച്ചത്. അസാപ്പിൻ്റെ പൂർണ്ണരൂപം അഡീഷണൽ സ്കിൽസ് അക്വസിഷൻ പ്രോഗ്രാം എന്നാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം കൈത്തൊഴിലുകൾ ഉൾപ്പെടെയുള്ള പലതരം തൊഴിലുകളുടെ പരിശീലനം പ്രോത്സാഹിപ്പിച്ചതാരാണ്? മഹാത്മാഗാന്ധിയാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം കൈത്തൊഴിലുകൾ ഉൾപ്പെടെയുള്ള പലതരം തൊഴിലുകളുടെ പരിശീലനം പ്രോത്സാഹിപ്പിച്ചത് ഗാന്ധിജിയാണ്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസം തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 തൊഴിൽ ദിനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ്? 333 രൂപ. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം 333 രൂപയാണ്. സംഘടിത മേഖല എന്നറിയപ്പെടുന്ന തൊഴിൽ മേഖല ഏതാണ്? ഔപചാരിക മേഖല. സംഘടിത മേഖല എന്നറിയപ്പെടുന്ന തൊഴിൽ മേഖല ഔപചാരിക മേഖലയാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും 10ൽ കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതാണ്? ഔപചാരിക മേഖല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും 10ൽ കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന മേഖല ഔപചാരിക മേഖലയാണ്. ഔപചാരിക മേഖലയിലെ തൊഴിലുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ്. ഔപചാരിക മേഖലയിലെ തൊഴിലുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ്. അസംഘടിത മേഖല എന്നറിയപ്പെടുന്ന തൊഴിൽ മേഖല ഏതാണ്?
അനൗപചാരിക മേഖല. അസംഘടിത മേഖല എന്നറിയപ്പെടുന്ന തൊഴിൽ മേഖല അനൗപചാരിക മേഖലയാണ്. നിർമ്മാണ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, കാർഷികേതര കൂലി തൊഴിലാളികൾ എന്നിവർ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? അനൗപചാരിക മേഖല. നിർമ്മാണ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, കാർഷികേതര കൂലി തൊഴിലാളികൾ എന്നിവർ ഉൾപ്പെടുന്ന മേഖല അനൗപചാരിക മേഖലയാണ്. അര ദിവസത്തിൽ 1 മണിക്കൂർ പോലും തൊഴിൽ ലഭിക്കാത്തവരെയാണ് തൊഴിൽ രഹിതർ എന്ന് വിളിക്കുന്നത്. അര ദിവസത്തിൽ 1 മണിക്കൂർ പോലും തൊഴിൽ ലഭിക്കാത്തവരാണ് തൊഴിൽ രഹിതർ. ഒരാൾ ജോലി ചെയ്യാൻ സന്നദ്ധനാവുകയും എന്നാൽ ജോലി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രത്യക്ഷ തൊഴിലില്ലായ്മ. ഒരാൾ ജോലി ചെയ്യാൻ സന്നദ്ധനാവുകയും എന്നാൽ ജോലി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രത്യക്ഷ തൊഴിലില്ലായ്മ. ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകൾ തൊഴിലിൽ നിയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ആവശ്യമായതിനേക്കാൾ കൂടുതൽ ആളുകൾ തൊഴിലിൽ നിയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? പ്രച്ഛന്ന തൊഴിലില്ലായ്മ. കാലിക തൊഴിലില്ലായ്മ കൂടുതലായും കാണപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. കാലിക തൊഴിലില്ലായ്മ കൂടുതലായും കാണപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരാണ്? AK ആൻ്റണി. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി AK ആൻ്റണിയാണ്. കേരളത്തിൽ തൊഴിൽ രഹിത വേതനത്തിന് അപേക്ഷിക്കുന്നതിനുള്ള വാർഷിക കുടുംബ വരുമാന പരിധി എത്രയാണ്? 12,000 രൂപ. കേരളത്തിൽ തൊഴിൽ രഹിത വേതനത്തിന് അപേക്ഷിക്കുന്നതിനുള്ള വാർഷിക കുടുംബ വരുമാന പരിധി 12,000 രൂപയാണ്. കേരളത്തിൽ തൊഴിൽ രഹിത വേതനമായി നൽകുന്നത് മാസം എത്ര രൂപയാണ്? 120 രൂപ. കേരളത്തിൽ തൊഴിൽ രഹിത വേതനമായി മാസം കൊടുക്കുന്നത് 120 രൂപയാണ്. കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1960. കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം 1960 തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അവകാശം നിയമപരമാക്കിക്കൊണ്ട് 1960 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷം ഏതാണ്? 2018. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അവകാശം നിയമപരമാക്കിക്കൊണ്ട് 1960 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയത് 2018. 2018 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ നിയമത്തിലെ ഭേദഗതി പ്രകാരം വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിൽ ഉടമയ്ക്ക് അടയ്ക്കേണ്ടി വരുന്ന പിഴ എത്ര രൂപയാണ്? 1,00,000 രൂപ. 2018 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ നിയമത്തിലെ ഭേദഗതി പ്രകാരം വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിൽ ഉടമയ്ക്ക് അടയ്ക്കേണ്ടി വരുന്ന പിഴ 1,00,000 രൂപയാണ്. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1977. ആസ്ഥാനം തിരുവനന്തപുരം. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന വർഷം 1977. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമപ്രകാരം. കേരളത്തിൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത് 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമപ്രകാരമാണ്. 2026 അഭ്യസ്തവിദ്യരായ 20 ലക്ഷം പേർക്ക് അവരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിച്ച് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരള നോളജ് എക്കോണമി മിഷൻ. 2026 അഭ്യസ്തവിദ്യരായ 20 ലക്ഷം പേർക്ക് അവരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിച്ച് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരള നോളജ് എക്കോണമി മിഷൻ. കേരള നോളജ് എക്കോണമി മിഷൻ തൊഴിൽ നൈപുണ്യ തൊഴിൽദാന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത് KDISC ആണ്. KDISCിൻ്റെ പൂർണ്ണരൂപം കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്നാണ്. കേരള നോളജ് എക്കോണമി മിഷൻ തൊഴിൽ നൈപുണ്യ തൊഴിൽദാന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല KDISCിനാണ്. KDISCിൻ്റെ പൂർണ്ണരൂപം കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്നാണ്. കേരള നോളജ് എക്കോണമി കർമ്മ പദ്ധതിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കേരള നോളജ് എക്കോണമി കർമ്മ പദ്ധതിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? DWMS. പൂർണ്ണരൂപം ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ്. കേരള നോളജ് എക്കോണമി മിഷൻ കർമ്മ പദ്ധതിയുടെ പ്രചരണ പരിപാടിയാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം.
കേരള നോളജ് എക്കോണമി മിഷൻ കർമ്മ പദ്ധതിയുടെ പ്രചാരണ പരിപാടിയുടെ പേരെന്താണ്? എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഗുണഭോക്തൃ സർവേ നടത്തിയത് കുടുംബശ്രീയാണ്. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഗുണഭോക്തൃ സർവേ നടത്തിയത് കുടുംബശ്രീയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി ഓരോ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാരാണ്? ഇന്ത്യൻ. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും അവരെ സഹായിക്കുന്നതിന് ഒരു ഹെൽപ്പ് ഡെസ്കും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ആ ഉദ്യോഗസ്ഥൻ്റെ തസ്തികയുടെ പേരാണ് ഇന്ത്യൻ. കേരള തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. കേരളത്തിൽ നിലവിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഇദ്ദേഹം തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും. ദേശീയ കരിയർ സേവന പോർട്ടൽ ആരംഭിച്ചതെന്നാണ്? 2015 ജൂലൈ 20. ദേശീയ കരിയർ സേവന പോർട്ടൽ ആരംഭിച്ചത് 2015 ജൂലൈ 20. തിരുവിതാംകൂറിലെ ആദ്യ തൊഴിലാളി സംഘടന ഏതാണ്? തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടന തിരുവിതാംകൂർ ലേബർ അസോസിയേഷനാണ്. ഇത് സ്ഥാപിച്ചത് 1922 മാർച്ച് 31 ആലപ്പുഴയിൽ വാടപ്പുറം ബാവ എന്ന വ്യക്തിയാണ്. കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രൂപീകരിച്ചത് 1922 മാർച്ച് 31 ആലപ്പുഴയിൽ വാടപ്പുറം ബാവയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.